അനീഷ് എല്ലാ ദിവസവും രാവിലെ കണ്ടന്റ് കൊടുക്കുന്നത് പോലെ ഇന്നും കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അനുമോളോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു 9 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കാര്യം പറയാമായിരുന്നു. എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ തന്നെ പറയാൻ തോന്നി? അവിടെയാണ് അനീഷിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. കാര്യം ആ പ്രപ്പോസൽ സീനും അനുമോളുടെ ബ്ലഷിംഗ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും അനീഷ് അവിടെ ഒരു ഗെയിം കളിക്കുന്നത് തന്നെയായിരുന്നു എന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഈവൻ അനുമോൾ പല പ്രാവശ്യം പോയി എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അനീഷ് എന്താണ് എന്ന് പോലും കേൾക്കാതെ, അതായത് ഇഷ്ടപ്പെടുന്ന പെണ്ണാണെങ്കിൽ എന്താണ് എന്ന് പോലും കേൾക്കാതെ അനീഷ് പറയുന്നത് എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല എന്നാണ്. പിന്നെ അനുമോൾ പലപ്പോഴായി അനീഷിനെ ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രണയത്തിലേക്ക് പോകാൻ മാത്രമുള്ള ഫ്ലേർട്ടിംഗ് ഒന്നും അനുമോൾ ചെയ്തു എന്ന് കരുതുന്നില്ല. ഈവൻ അനീഷും അതിന് നിന്നൊക്കെ കൊടുക്കുന്നുണ്ട് പലപ്പോഴായി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വിരോധാഭാസമാണ്. അനുമോൾ, ആദില, നൂറ എപ്പോഴൊക്കെ അടിയുണ്ടാക്കി ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കുറ്റം പറയുന്നത് അക്ബറിനെയാണ്. എന്തുകൊണ്ടാണ് അക്ബറിനെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അനുമോൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ 100 തേങ്ങ പൊതിച്ചിട്ടുണ്ട്, ഷീറ്റ് കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. എന്തിനാണിത് പറയുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. പ്രശ്നം വേറെ, അനുമോൾ പറയുന്നത് വേറെ. ആദിലയും നൂറയും സൗദിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അവർക്കതൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ച് ഇമോഷൻ ഇട്ടാണ് അനുമോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാവാം ഒന്നും മിണ്ടാഞ്ഞത്. പിന്നെ അനുമോൾ 100 തേങ്ങ വീട്ടിൽ പൊതിച്ചു എന്ന് പറയുന്ന ഇതേ അനുമോൾ തന്നെയാണ് പറയുന്നത് എന്നെ കിച്ചണിലൊക്കെ വീട്ടിൽ കയറ്റാറ് പോലും ഇല്ല എന്ന്. എന്തിനേറെ പറയുന്നു, ബിഗ് ബോസ് ഹൗസിന്റെ മിറ്റത്തേക്ക് വെയിലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങാത്ത ആളാണ് ഈ 100 തേങ്ങ പൊതിച്ചു, ഷീറ്റ് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചർച്ചയുടെ അവസാനം ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായി ഇവളോട്ട് തിരുത്താനും പോകുന്നില്ല, ഇവക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവർ വേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ്. അടുത്തത് മുട്ട പ്രശ്നമാണ്. ഫുഡിന്റെ വിഷയത്തിൽ സാബുമാൻ ഉറഞ്ഞു തുള്ളുന്നതായിട്ട് കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ റെലവൻ്റ് ആയിട്ടുള്ള വേറെ വിഷയങ്ങളിൽ സാബുമാൻ ഒരു വോയിസും ഇല്ലാതെ അവിടെ അടങ്ങിക്കൂടിയിരിക്കുന്നതായിട്ടാണ് കാണാനിടയായത്. ഇനി തൊട്ട് ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ഇല്ല. ഈ ആഴ്ച മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് എല്ലാവരും സെലക്ട് ചെയ്തത് നെവിനെയാണ്. അനുമോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം നെവിൻ അങ്ങോട്ട് കയറി, അതുകൊണ്ടാണ് നെവിനെ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ വന്നത് നൂറയിനെയും സാബുമാനെയാണ്. നൂറയിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ക്യാപ്റ്റൻസി മോശമായിരുന്നു. സാബുമാനെ സെലക്ട് ചെയ്യാനുള്ള കാരണം നാരദൻ കളി. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അക്ബറിൻ്റെയും ആദിലേൻ്റെയും ഒരു കോൺവെർസേഷനെ കുറിച്ചാണ്. എല്ലാവരുടെയും വില്ലൻ അക്ബറാണ് എന്നാണ് അക്ബർ പറയുന്നത്. ശരിയാണ്. നമ്മുടെ അനീഷേട്ടൻ്റെ ആയിക്കോട്ടെ, ഷാനവാസിൻ്റെ ആയിക്കോട്ടെ, അനുമോളുടെ ആയിക്കോട്ടെ, ആദില നൂറേൻ്റെ ആയിക്കോട്ടെ, ഈവൻ ഒരു സമയത്ത് ആര്യൻ്റെയും ജിസേലിൻ്റെയും വില്ലൻ അക്ബറായിരുന്നു. ഇനി അവിടുത്തെ ഒരു ക്രിയേറ്റീവ് ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ പേരേ പറയാനുള്ളൂ, അത് നെവിൻ എന്നാണ്. നെവിൻ നല്ലൊരു ഗെയിമറാണ്, ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ബാക്കി എല്ലാവരേക്കാളും അപേക്ഷിച്ച്. സോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു. ബൈ ബൈ.